ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ ചെറിയ നത്തോലി കുഞ്ഞുങ്ങളെ കിട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, 1 കിലോ അങ്ങ് വാങ്ങി. ഇന്ന് അതുകൊണ്ട് ഒരു നല്ല മീൻ പീര വയ്ക്കാൻ പോവാം. സാധാരണ മാർക്കറ്റിൽ ഇത്തിരി വലിയ നത്തോലിയാണ് കിട്ടാറുള്ളത്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ ചെറിയ തീരെ പൊടി നത്തോലി കിട്ടി. പിന്നെ കണ്ടപ്പോൾ വാങ്ങാതിരിക്കാനും തോന്നിയില്ല. ഇനി അത് വെട്ടി വൃത്തിയാക്കുന്ന കടമ്പയിലേക്കാണ്. മെനക്കെട്ട പരിപാടിയാ, എന്നാലും വെട്ടിയല്ലേ പറ്റൂ. 1 കിലോയിൽ 200 മീനടുത്തോളം ഉണ്ടെന്നാണ് വിശ്വാസം. എണ്ണാനൊന്നും ശ്രമിച്ചില്ല. എന്നാലും 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് എല്ലാം വെട്ടി വൃത്തിയാക്കി എടുത്തു. അങ്ങനെ 1 മണിക്കൂറത്തെ ദൗത്യത്തിന് ശേഷം എല്ലാ മീനും വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനാവശ്യമായ പച്ചക്കറികൾ എടുക്കാം. അതിനായി ഒരു 10-15 കൊച്ചുള്ളി എടുക്കുന്നത് നന്നായിരിക്കും. ആവശ്യത്തിന് എടുക്കുക. 3-4 പച്ചമുളക്, ഒരു 3-4 തുടങ്ങി വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ആവശ്യമായ പച്ചക്കറികളെല്ലാം നമുക്ക് അരിഞ്ഞൊരു സൈഡിലേക്ക് മാറ്റാം. കൊച്ചുള്ളി ഈ കാണുന്ന പോലെ ചെറുതായി അരിഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. വെളുത്തുള്ളിയും അതുപോലെ നീളത്തിൽ അരിഞ്ഞാൽ മതിയാവും. ഇഞ്ചി നീളത്തിലരിയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇല്ലെങ്കിൽ ചെറിയ കഷ്ണമായി അരിഞ്ഞാലും മതി. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേങ്ങ, 60 തേങ്ങ ആ തേങ്ങയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ പിന്നീട് പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, നിറത്തിന് വേണ്ടി മുളക് പൊടി ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അല്പം ഉലുവാപ്പൊടി, ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇതിനെ നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് നല്ലപോലെ മെഴുകി മിക്സ് ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു 2 മിനിറ്റ് നല്ലപോലെ ഞെരടി മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൻ്റെ ഒപ്പം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ കൂടി ചേർത്ത് കൊടുക്കുക. മീൻ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ഇളക്കി, ഞെരടുമൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഇളക്കി അതിൻ്റെ ഒപ്പം പുളി കൂടി ചേർക്കുക. ഒരു 3-4 കഷ്ണം തോട്ടുപുളി. ചില സ്ഥലങ്ങളിൽ അതിനെ കുടംപുളി എന്നും പറയും. അതൊരു 3-4 കഷ്ണം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് അടുപ്പിലേക്ക് മാറ്റാം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീരെ ലോ ഫ്ലെയിമിൽ വേണം മീൻ തയ്യാറാക്കിയെടുക്കാൻ. നമ്മൾ അധികം എണ്ണയൊന്നും ഉപയോഗിക്കാത്ത കഴിഞ്ഞാൽ അടിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. തീരെ ചൂട് കുറച്ച് വെച്ച് വേണം തയ്യാറാക്കിയെടുക്കാൻ. നമുക്ക് ഒരു ലിഡ് വെച്ച് അടച്ച് ഒരു 10 മിനിറ്റോളം വേഗം വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. നമുക്ക് മീൻ വേകാൻ അധികം സമയമൊന്നും വേണ്ട. ഒരു 10-15 മിനിറ്റ് ധാരാളമാണ്. ഇടയ്ക്ക് എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. 15 മിനിറ്റിന് ശേഷം മീൻ വെന്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ
തവി ഉപയോഗിക്കാൻ പാടില്ല. മീൻ ജസ്റ്റ് കാണുന്നത് പോലെ ഒന്ന് ഇളക്കിയാൽ മാത്രം മതിയാകും. അല്ലെങ്കിൽ തവി ഉപയോഗിച്ചാൽ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പായി അല്പം വെളിച്ചെണ്ണ കൂടി നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് അടച്ചു വെക്കാം.